ഇടുക്കി അടിമാലിയിൽ പഞ്ചായത്ത് ആരംഭിച്ച റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ റോഡ് ഇന്ന് തോടായി മാറിയിരിക്കുകയാണ്. ഒരു വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം പൂർത്തിയാകാത്തതോടെ 2 കുടുംബങ്ങളാണ് ജീവൻ പണയം വെച്ച് ഈ വഴിയിലൂടെ നിത്യയാത്ര നടത്തുന്നത്. ആശുപത്രിയിലേക്കും കുട്ടികളെ സ്കൂളിലേക്കും സുരക്ഷിതമായി എത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാര നടപടികളില്ലെന്നാണ് കുടുംബങ്ങളുടെ ആരോപണം. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ അമ്പലപ്പടി തേവർമഠം ഭാഗത്തുകൂടി കടന്നുപോകുന്ന റോഡാണ് ഇന്ന് ദുരിതപാതയായി മാറിയിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ റോഡ് നിർമ്മിക്കുമെന്ന ഉറപ്പിൽ പഞ്ചായത്ത് സ്ഥലമേറ്റെടുത്ത് നിർമ്മാണം ആരംഭിച്ചെങ്കിലും പണി പാതി വഴിയിൽ നിലച്ചു. പിന്നാലെ പെയ്ത ശക്തമായ മഴയിൽ സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിലെ വെള്ളം റോഡിലേക്ക് കയറിയതോടെ ഇന്ന് റോഡിന് നടുവിലൂടെ തന്നെ തോടൊഴുകുന്ന അവസ്ഥയാണ്. ഗതാഗതയോഗ്യമായ റോഡില്ലാത്തതിനാൽ 2 കുടുംബങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നത്. രോഗികളെയും വയോധികരെയും ആശുപത്രിയിലെത്തിക്കാനും കുട്ടികളെ സ്കൂളിലെത്തിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കുട്ടി തെന്നി വീണ് കൈയൊടിഞ്ഞ സംഭവം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ മാർച്ചില് മഴ പെയ്തപ്പോൾ വെള്ളം വന്ന് തോട് പോലെ ആയി കിടക്കണയാണ്. ഞങ്ങള് പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ പോകാൻ നേരത്തെ ഞങ്ങൾക്ക് പിള്ളേരെയും കൊണ്ട് നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി വന്നു. അപ്പൊ പിള്ളേർക്ക് സ്കൂളിൽ പറഞ്ഞുകൂടാ. ഞങ്ങൾ ഇതിലെ പോയ സമയത്ത് എൻ്റെ മൂത്ത മോൻ മണ്ണിൽ ഇടിഞ്ഞ് താഴത്തേക്ക് പോവുകയും കൈ ഒടിയുകയും ഒക്കെ ചെയ്തു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ലെന്നാണ് കുടുംബങ്ങളുടെ ആരോപണം. ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഈ വഴി റോഡ് പോയതാ. പഞ്ചായത്തിൽ നിന്നും പലയിടത്തുനിന്നും ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കലും പോകലുമായിട്ട് കഴിഞ്ഞുകൂടി. ഇതുവരെ ഞങ്ങൾക്കൊരു തീരുമാനമായിട്ടില്ല. ഞങ്ങൾക്ക് എത്രയും വേഗം വഴിയൊന്നും ഉണ്ടാക്കി തരുവാണെങ്കിൽ ആശുപത്രി കേസ് ചേട്ടനോ എനിക്കും ചേട്ടനും 2 പേരെ ഞങ്ങൾ കൂടെ ഉള്ളൂ. ഞങ്ങൾക്ക് സുഖമില്ലാത്ത ആൾക്കാരാണ്. ചേട്ടനാണെങ്കിൽ ഒരു പണിയില്ല. ഞങ്ങൾക്ക് വാടകയ്ക്ക് പോകാനോ വേറെ ഒന്നിനും ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആശുപത്രി പോകണമെങ്കിൽ അവരുടെ മുറ്റത്തോടെയൊക്കെ കയറി ഇറങ്ങിയാൽ പോണേ. ആൾക്കാർക്ക് എന്നും പോകുമ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ ദുരിതത്തിലാണ് കഴിയണേ. സുരക്ഷിതമായി സ്കൂളിലെത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശത്തെ കുട്ടികളും പറയുന്നു. മഴ ശക്തമാകുമ്പോൾ റോഡ് പൂർണ്ണമായും തോടായി മാറുന്നതോടെ ഭീതിയോടെയാണ് ഓരോ ദിവസവും ഇവർ യാത്ര ചെയ്യുന്നത്. പാതി വഴിയിൽ നിലച്ച റോഡ് നിർമ്മാണം ഇന്ന് 2 കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതം തന്നെ ദുരിതത്തിലാക്കിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മറ്റൊരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് ഗതാഗതയോഗ്യമാക്കി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.